ഒളിച്ചുകളിക്കൊടുവിൽ ഇഡിക്ക് മുന്നിലെത്തി വീണ തൈക്കണ്ടിയിൽ മാസപ്പടി കേസിൽ ചോദ്യം ചെയ്യലിനായി വീണ ഹാജരായി. കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലാണ് വീണ എത്തിയത്. CMRL എക്സാലോജിക് ദുരൂഹ സാമ്പത്തിക ഇടപാടുകളിലാണ് ചോദ്യം ചെയ്യൽ. നേരത്തെ സമൻസ് നൽകിയിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി എത്തിയിരുന്നില്ല. ജിജീഷ് കരുണാകരൻ വീണ്ടും ചേരുന്നു കൊച്ചിയിലെ ED ഓഫീസിന് മുന്നിൽ നിന്ന്. ജിജീഷ്, മണിക്കൂറുകൾ പിന്നിടുകയാണ്. എന്തായാലും SFIO ഈ കേസിൽ വീണയെ പ്രതി ചേർത്തിരുന്നു. SFIOയുടെ പക്കൽ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്. അത് കോടതിയിൽ ഹാജരാക്കിയതാണ്. രേഖകളെല്ലാം ED ശേഖരിച്ചിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച ED വീണയുടെ പിതാവ് വിജയൻ്റെ വാടക വീട്ടിൽ പരിശോധന നടത്തിയപ്പോൾ ചില രേഖകളൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. നേരത്തെ ഞാൻ ജിജീഷിനോട് ചോദിച്ചിരുന്നു, അറസ്റ്റ് സാധ്യത എത്രത്തോളമാണ്? കാരണം ഒരു വനിതയായതുകൊണ്ട് 6 മണിക്കപ്പുറത്ത് ആ ഓഫീസിൽ ഇരുത്താൻ പറ്റില്ല അല്ലേ? അങ്ങനെ എന്തെങ്കിലും അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ ഇനി 2 മണിക്കൂർ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അകത്ത് നിന്ന് ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? അൽനമ്പ്യാർ, ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അകത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ചില വിവരങ്ങൾ എന്ന് പറയുന്നത്, ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് 11:20 വീണ 11:26 ഇവിടെ വാഹനം എത്തുന്നുണ്ട്. അതിനുശേഷം അകത്തേക്ക് കടന്നു പോകുന്നു. എന്നാൽ ചോദ്യം ചെയ്യലിനായി കൃത്യമായി വിളിപ്പിക്കുന്നത് 11:20 ആ സമയം മുതൽ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. സ്വാഭാവികമായ അല്ലെങ്കിൽ സ്വതസിദ്ധമായ രീതിയിൽ തുടക്കത്തിൽ വീണ ഈ ചോദ്യം ചെയ്യലുമായി സഹകരിച്ചില്ല. പല ചോദ്യങ്ങളോടും നിഷേധാത്മകമായ മറുപടി പറഞ്ഞു. കാരണം ഒരു മുഖ്യമന്ത്രിയുടെ മകളായിരുന്ന ആളാണ്. വലിയ അധികാര വൃന്ദത്തിന് മുന്നിൽ ഇരുന്നതിൻ്റെ ഒരു ഗർവ് അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിനോട് അത്തരത്തിലുള്ള ഒരു പെരുമാറ്റം തുടക്കത്തിൽ ഉണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ പെരുമാറിയെങ്കിൽ കൂടി പിന്നീട് അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യം ചെയ്യലിന് മുന്നിൽ വീണ ഓരോ കാര്യങ്ങളും പറയേണ്ടി വന്നു. കാരണം വനിതാ ഉദ്യോഗസ്ഥരടക്കം ശരിയായ രീതിയിൽ വിശദമായി തന്നെ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യൽ തുടരുന്ന ഘട്ടത്തിൽ കൃത്യമായ മറുപടികൾ വീണയിൽ നിന്നുണ്ടായി. അവരെ സംബന്ധിച്ചിടത്തോളം നിരവധി ചോദ്യങ്ങൾക്ക് മറുപടി തേടേണ്ടതുണ്ടായിരുന്നു. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി തേടണം. വിവിധ കരാറുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി തേടേണ്ടതുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ പിന്നീട് കൃത്യമായി മറുപടി പറയുന്ന ഒരു വീണയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. അങ്ങനെ 2 വനിതാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതുമായി ബന്ധപ്പെട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു ടീം തന്നെയാണ് ചോദ്യം ചെയ്യൽ നടത്തിയത്. ഈ അറസ്റ്റ് സാധ്യത നേരത്തെ അൽനമ്പർ ചോദിച്ചതുപോലെ ഒരുപക്ഷേ അറസ്റ്റിനുള്ള സാധ്യത ഉണ്ട് എന്നും ഇല്ല എന്നും പറയാം. കാരണം ഇതുമായി 2 സാക്ഷികളെയാണ് സാധാരണ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് എങ്കിൽ ആ അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ അതിൽ സാക്ഷിയായി ഒപ്പിടാൻ 2 ആളുകളെ ഇവിടേക്ക് കൊണ്ടുവരാറുണ്ട്. ഇവിടെ അത്തരത്തിൽ 2 പേരെ സാക്ഷികളായി ഒപ്പിടുന്നതിന് വേണ്ടി വളരെ നേരത്തെ തന്നെ അന്വേഷണ സംഘം എത്തിച്ചു എന്നതാണ് ഒരുപക്ഷേ അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്ന സംശയം ബലപ്പെടുത്തുന്നത്. കാരണം ആ 2 സാക്ഷികൾ ഇപ്പോഴും ഇതിനകത്ത് തന്നെയുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് എങ്കിൽ അവരുടെ 2 പേരുടെയും ഒപ്പുകൾ വാങ്ങിയതിന് ശേഷം തുടർ നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കും. അങ്ങനെ അറസ്റ്റിന് സാധ്യത വേണോ എന്നത് സംബന്ധിച്ച് ഉന്നത ഉദ്യോഗസ്ഥരുമായി എല്ലാം കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും. കാരണം തുടക്കത്തിൽ അന്വേഷണവുമായി സഹകരിക്കാത്ത ഒരാളാണ് വീണ എന്നതുകൊണ്ടാണ് അറസ്റ്റിലേക്ക് പോകുന്നതിനെ കുറിച്ച് പോലും അന്വേഷണ സംഘം ഒരു ഘട്ടത്തിൽ ആലോചിച്ചതും 2 സാക്ഷികളെ ഇവിടേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തത്. അങ്ങനെ ഉണ്ടായില്ല എങ്കിൽ സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വനിത ആണ് എന്ന പരിഗണന നൽകി 6 മണിയോടുകൂടി അന്വേഷണം ചോദ്യം ചെയ്യൽ താൽക്കാലികമായി അവസാനിപ്പിച്ച് മറ്റൊരു ദിവസം സമൻസ് നൽകി വിളിച്ചു വരുത്തുക എന്നൊരു നടപടി കൂടി അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അറസ്റ്റിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ, പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് പോലും ഇടവേളകളില്ലാതെയാണ് ഈ ഒരു ചോദ്യം ചെയ്യൽ തുടരുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് അറസ്റ്റ് സാധ്യതകൾ കൂടുതൽ ഉണ്ട് എന്ന് വ്യക്തമാക്കാൻ കഴിയുന്നത്. എന്നാൽ അങ്ങനെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതില്ല തൽക്കാലം എന്നാണ് ലഭിക്കുന്ന നിർദ്ദേശമെങ്കിൽ സ്വാഭാവികമായും 6 മണിയോടുകൂടി വീണയെ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയക്കും. മറ്റൊരു ദിവസം സമൻസ് നൽകി ഹാജരാകാൻ നിർദ്ദേശിച്ചുകൊണ്ടായിരിക്കും വീണയെ അങ്ങനെയെങ്കിൽ പറഞ്ഞു വിടുക. ആ ഒരു ദിവസത്തേക്ക് പിന്നീട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും. സ്വാഭാവികമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ കുറഞ്ഞത് 8 മാസത്തേക്കെങ്കിലും വീണ ജയിലിനകത്ത് കഴിയേണ്ടി വരും. അതായത് ജാമ്യം പോലും ലഭിക്കില്ല. ഇതുമായി PMLA കേസാണ്. PMLA കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ഒരു ചരിത്രമില്ല എന്നതുകൊണ്ട്
എന്നതുകൊണ്ട് തന്നെ ജയിൽവാസം മാത്രമായിരിക്കും ടി വീണയെ സംബന്ധിച്ചിടത്തോളം അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ മുന്നിലുള്ള വഴി. എന്നാൽ അത്തരമൊരു വഴിയിലേക്ക് അന്വേഷണ സംഘം സാധാരണ നിലയിൽ സ്ത്രീകൾക്ക് പരിഗണന നൽകിക്കൊണ്ട് ജയിലിലേക്ക് പോകുന്ന ഒരു സാധ്യതകൾ പരമാവധി ഒഴിവാക്കാറുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒരുപോലെ ഉൾപ്പെട്ട കേസാണെങ്കിൽ കൂടി പുരുഷന്മാരുടെ മാത്രം അറസ്റ്റ് രേഖപ്പെടുത്തുകയും സ്ത്രീകളെ ജയിലിലേക്ക് വിടുന്നത് പരമാവധി ഒഴിവാക്കുകയുമാണ് സാധാരണ നിലയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്യാറുള്ളത്. എങ്കിൽ ഇവിടെ ടി വീണ തുടക്കത്തിൽ കാണിച്ച ധിക്കാരപരമായ ഒരു സമീപനം ഏത് രീതിയിലേക്കാണ് കൊണ്ടുപോകുക എന്നത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും നേടിയിരിക്കുന്നത്. വീണ്ടും ചോദ്യം ചെയ്യലുമായി കാര്യമായി സഹകരിച്ചിട്ടുണ്ട് എങ്കിൽ, അതിനുശേഷം ചോദ്യം ചെയ്യലുമായി കാര്യമായി സഹകരിച്ചിട്ടുണ്ടെങ്കിൽ ടി വീണയെ 6 മണിക്ക് ശേഷം വിട്ടയക്കും. മറ്റൊരു ദിവസം സമൻസ് നൽകി വിളിച്ചു വരുത്തുകയായിരിക്കും ചെയ്യുക. അന്നമ്പ്യാർ. യെസ്, വീണ തൈക്കണ്ടിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യ മുനയിൽ ഇന്ന് രാവിലെ 11:20 വീണ ED ഓഫീസിൽ എത്തിയത്. നേരത്തെ സമൻസ് നൽകിയിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി എത്തിയിരുന്നില്ല. അറസ്റ്റിനുള്ള സാധ്യതയുമായി ബന്ധപ്പെട്ട് ഉള്ള ചില സൂചനകളാണ് ഞങ്ങളുടെ പ്രതിനിധി ജിജീഷ് കരുണാകരൻ നൽകിയത്.